പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർക്ക് എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി നീ ഫൃത്തിന് അയച്ചതുപോലെ കർത്താവെ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി
എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവേ, ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുകയും കണ്ടെത്തുമെന്നാണ് നീ പറഞ്ഞല്ലേ കർത്താവ്. അവർക്കെല്ലാം കണ്ടെത്തലിൻ്റെ ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ, അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കരുത് ഈശോയെ. ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ, സ്ഥലം വാങ്ങാൻ പോകുന്നവർ, പെണ്ണ് കാണാൻ പോകുന്നവർ, പുരുഷൻ്റെ കെട്ടാനുള്ള മകളെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ, അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പിശാചികയിൽ പ്രവർത്തിക്കുകയും സാത്താനെ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉണ്ടാകുന്ന കർത്താവ് പിശാചിൻ്റെ അവസരങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവിനെ ആശീർവദിക്കട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire finger, suck with the precious blood. The authority of the Catholic Church, with the power of Jesus Christ, with the miracles of the Holy Priesthood, I bless and honor you. കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മളെപ്പോഴും അറിയാം, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ ഉടമ്പടിയുടെ മുഖ്യ ധാര. അതാണ് ഫോർമുല എന്ന് പറയുന്നത്, സൂത്രവാക്യം. നിൻ്റെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയെന്ന്. പക്ഷേ ഇത് മുഴുവനും, ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ കിടപ്പുണ്ട്. നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് വന്ന പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത്. നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട്. എന്താണ്? കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന്. അതെന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിൻ്റെ പ്രവൃത്തി മൂലം നിന്നെ വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. സങ്കീർത്തനം 118:22 എടുത്തേ. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ പണിക്കാർ ചിലപ്പോൾ ചില ആൾക്കാർ ഈ നമ്മുടെ യോഗ്യത, നമുക്ക് അയോഗ്യതയുള്ളത് കാരണം, ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം, നമ്മളെ സഹായികളാകാം, നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ധരിക്കുന്നവരാകാം, നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷനാകാം, ജോലി ഇൻ്റർവ്യൂവിന് പോകുന്ന പരാജയപ്പെടുന്ന അവസ്ഥയാകാം. പണിക്കാർ മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ്. നമുക്ക് പണിവെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ്. അപ്പോൾ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തീർന്നില്ല. മനസ്സിലായില്ലേ? അത് പണിക്കാർ മൊത്തം പണിക്കാരാണല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ നമുക്കൊരു തട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയാണ് ധരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന്. അതെന്താണ്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, കർത്താവിൻ്റെ അത് വായിച്ച് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി. അതാണ് കാര്യം. എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലാകണത് എന്തുകൊണ്ടാണ്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അതാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി. എൻ്റെ ദൈവപൈതലേ, എവിടെയെങ്കിലും നിനക്കൊരു തട്ടുകേടുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇനി നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട, കർത്താവിൽ തന്നെ ആശ്രയിക്കണം. എന്താണ്? നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ തട്ടുകേടൊക്കെ ഉണ്ടാകുന്നത്. അല്ല നീ ഇപ്പോൾ ഞാൻ ഇത്രയും കഴിവുകൊണ്ടായിരുന്നു, ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി, ഇങ്ങനെ കുറേ ഇങ്ങനെ ഈ കഴുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. മറിച്ച് എന്താ സംഭവിച്ചാൽ നീ പൂർണ്ണമായി ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു.
ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ പണിക്കാരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണത്. ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ, അവരോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടാണ് അവർ ഉപേക്ഷിച്ചത്. എന്താണ്? നീ ദൈവവേദനായതുകൊണ്ടാണ്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ. അതായത് 127 ഒന്നെടുത്ത സങ്കീർത്തനം. കർത്താവ് വീട് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. അതാണ് നിങ്ങളുടെ മുഴുവനും. നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യ ചെയ്യാൻ പോണതും പണിക്കാരുടെ നിന്ന് പണി കിട്ടിയതെന്നല്ലേ. അവൻ ചതിച്ചു, ഇവൻ ചതിച്ചു, അവൻ വിസ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല, 8 ലക്ഷം പോയി, ഓൺലൈനിൽ ഞാൻ ഗാമ്പിൾ ചെയ്തു, കാശ് പോയി. ഇങ്ങനെ പണിക്കാർ നിങ്ങൾ ചതിക്കുമല്ലോ. അതിനകത്ത് സംശയമില്ല കാര്യങ്ങളില്ലേ. അപ്പം പണിക്കാരെപ്പോഴും പണി തരുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ സങ്കീർത്തനം എന്താ പറയണത്? 127 എന്ന് പറഞ്ഞാൽ കർത്താവാണ് ഭവനം പണിയണത്. ഇപ്പോൾ പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കർത്താവാണ് ഭവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയാണ് കർത്താവ്. അവിടെ നീ ആശ്രയിച്ചേക്കണം. 2 വചനം ഒന്നാണ് കേട്ടോ. അതായത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന് മൂലക്കല്ലാകണതും, അതുപോലെ അത് സങ്കീർത്തനം 118:22 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണി വ്യർത്ഥമാണെന്നും. അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന പണിക്കാർ പണിഞ്ഞാലും നമ്മൾ സഹായിച്ചാലും അത് വ്യർത്ഥമാണ്. എന്താ കാര്യം? കർത്താവ് ഭവനം പണിയണം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. കാര്യം എന്താണ്? കർത്താവ് അതിനെ മൂലക്കല്ലാക്കും. അപ്പോൾ കർത്താവ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ്. അപ്പോൾ കർത്താവിൻ്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് അങ്ങോട്ട് ജീവിതം റീഅറേഞ്ച് ചെയ്താണ്ടല്ലോ, അടിപൊളിയായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗീയ പിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് വിശുദ്ധിയോടെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിച്ച് മുന്നേറുന്ന നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിവർത്തിക്കാനും അതുവഴി എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തപ്പെടാനും ഉതകുന്ന ജീവവചസ്സുകൾ, ലിവിങ് ഓറക്കിൾസ് എന്ന ഈ വലിയ ശുശ്രൂഷയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യ വിശകലനത്തിനായി നമ്മൾ എടുത്തിരിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള സുജാത ലോബോ എന്ന ഒരമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് സുജാത ലോബോ, ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് കുടുംബത്തിൽ തന്നെ പെട്ട കുഞ്ഞുങ്ങളുടെ ആധ്യാത്മിക ഉന്നമനത്തിനായി ഒരമ്മ വെച്ച നിയോഗത്തിന്മേൽ അഖണ്ഡ ജപമാല മഹാറാലിയുടെ അഭിഷേകം സ്വീകരിച്ച കുഞ്ഞുമക്കളുടെ വലിയ വിശ്വാസ ബോധ്യ അനുഭവങ്ങൾ. 2ാമത്തെ ഭാഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത് കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശവുമായി ഉൾച്ചേർന്നു പോകുന്ന വലിയൊരു ദൈവാനുഭവമാണ്. 3ാമത്തെ ഭാഗത്തിൽ ഈ സാക്ഷ്യത്തിൽ വരുന്നത് ദൈവപിതാവിൻ്റെ പ്രത്യേക പഠിപ്പിക്കലുമാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഈ അമ്മ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്. 2019 ഒരു മെയ് മാസമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്നേ വരെ 14 തവണയാണ് ഞാൻ മരിയൻ ഉടമ്പടി പുതുക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പും പല തവണ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാനും ഈ അമ്മയ്ക്ക് കഴിഞ്ഞു. ഏറെ പ്രത്യേകമായിട്ട് ഈ അവസാന സാക്ഷ്യ വിവരണത്തിൽ ഈ മാതാവ് പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ 3 കാര്യങ്ങളാണ്. അതിൽ തന്നെ ഒന്നാമതായിട്ട് അഖണ്ഡ ജപമാല മഹാറാലിയുമായി ബന്ധപ്പെട്ട ദൈവാനുഭവങ്ങളാണ്. ആ അമ്മ പറയുന്നുണ്ട്, അഖണ്ഡ ജപമാല മഹാറാലിക്ക് മുമ്പ് ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്റ്റോളിൽ ചെന്നപ്പോൾ ഞാനൊരു പ്രത്യേക ജപമാല കണ്ടു. സെപ്റ്റംബർ മാസത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജപമാല ഇവിടുത്തെ സ്റ്റോളിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിവിടെ അധികം നമ്മൾ കാണാറില്ല. എന്നാൽ ആ ജപമാല കണ്ടപ്പോൾ സ്റ്റോളിലുള്ള പിള്ളേരും ഭർത്താവും പറഞ്ഞു ഇത് മേടിച്ചോളാൻ. ആരോ എൻ്റെ കയ്യിലിത് അമ്മ തന്നെ വാങ്ങി വെച്ച് തരുന്നത് പോലെ എനിക്ക് ജപമാല കയ്യിലെടുത്തപ്പം അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ സ്റ്റോളിൽ നിന്ന സഹോദരിമാർ ഈ അമ്മയോട് പറഞ്ഞു, ഇത് അമ്മ എടുത്തോ. അപ്പോൾ ഉള്ളിൽ നിന്ന് ഈ മകള്
ഒരു സ്വരം കേൾക്കുകയാണ്, നീ ഈ ഒരു അഖണ്ഡ ജപമാല റാലിക്ക് ഈ ഒരു ജപമാലയുമായിട്ടാണ് കടന്നു വരേണ്ടത് എന്ന്. അത് പരിശുദ്ധ ദൈവമാതാവ് നേരിട്ട് കൊടുത്ത ഒരു ക്ഷണക്കത്തായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെ ഒരമ്മ, ചേർത്തലയിൽ നിന്നുള്ളൊരമ്മ സാക്ഷ്യത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് 4 തവണയാണ് ഒരു ദിവസം എൻ്റെ മൊബൈൽ കയ്യിൽ നിന്ന് നിലത്ത് വീണത്. 4 തവണയും ഞാൻ മൊബൈൽ ഫോൺ, ഈ കയ്യിൽ നിന്ന് നിലത്ത് വീണ ഫോൺ ഓൺ ചെയ്യുമ്പോഴെല്ലാം കൃപാസന മാതാവിൻ്റെ ഫോട്ടോ 4 തവണ യൂട്യൂബ് വീഡിയോയിലൂടെ തെളിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ദൈവമാതാവ് കൃപാസനത്തിലോട്ട് ക്ഷണിക്കുന്നുവെന്ന്. ആ അമ്മ പിന്നീട് പറഞ്ഞത് ഇപ്രകാരമാണ്, അങ്ങനെ 4 തവണ മൊബൈൽ നിലത്ത് വീണ് പിറ്റേ ദിവസം ഞാൻ ഇതൊന്നും അറിയാതെയാണ് കൃപാസനത്തിൽ കടന്നു വന്നത്. അന്ന് അഖണ്ഡ ജപമാല മഹാറാലി നടക്കുന്ന വലിയൊരു ദിവസത്തിലേക്കാണ് ദൈവമാതാവ് എന്നെ വിളിച്ചത്. വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ സമയച്ചുരുക്കത്തിൻ്റെ വലിയൊരു അനുഭവം ആ അമ്മ, ചേർത്തലയിൽ നിന്നാണെങ്കിൽ പോലും ഇന്നേ വരെ കൃപാസനത്തിൽ കാലുകുത്താത്ത ആ അമ്മയെ ദൈവപിതാവ് വിളിച്ചൊരു വഴി അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ അഖണ്ഡ ജപമാല മഹാറാലിയിലേക്ക് ഈ അമ്മയെ ദൈവപിതാവ് നേരിട്ടൊരു ക്ഷണക്കത്ത് നൽകി വിളിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സ്റ്റോളിലെ ഈ പ്രത്യേക ജപമാല സാക്ഷ്യത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ സുജാത ലോപം എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഈ ജപമാല കയ്യിലെന്തി വേണം, നീ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുക്കാനെന്ന് ഉള്ളിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറഞ്ഞു, അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് വരാൻ സാഹചര്യം ഒക്കുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പ്രായാധിക്യമുള്ള ഡാഡി ഞങ്ങളുടെ കൂടെയുണ്ട്, 97 വയസ്സോളമായി. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉറപ്പായിട്ടും വരുമോ എന്ന്, വരാൻ ആഗ്രഹമുണ്ടെങ്കിലും വരാൻ പറ്റുമോ എന്നുള്ള സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ജപമാല എൻ്റെ കൈ കിട്ടുകയും ഈ ജപമാല ഞാൻ തൊട്ടപ്പോൾ ഇത് പരിശുദ്ധ അമ്മയുടെ കരമാണിതെന്ന് ഉള്ളൊരു ഫീലിംഗ് എനിക്ക് വരികയും, നീ അഖണ്ഡ ജപമാലയ്ക്ക് വരുമ്പം ഈ ജപമാലയാണ് കൊണ്ടുവരേണ്ടതെന്നൊരു സ്വരവും ഞാൻ കേൾക്കുകയുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട്, അമ്മയ്ക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. അസുഖങ്ങൾ ഇതാണ്, യൂട്രസും ബ്ലാഡറും ഒക്കെ താഴോട്ട് ഇറങ്ങി വരുന്നൊരവസ്ഥ. അപ്പം ഇത് അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ഈ മകൾ നേരിടുന്ന ഒരു തടസ്സമാണ്, ഒരു രോഗാവസ്ഥയാണ്. രണ്ടാമതായിട്ട് അമ്മ പറയുന്നുണ്ട്, വീട്ടിൽ 97 വയസ്സുള്ള ഡാഡിയുണ്ട്. അപ്പോൾ ഡാഡിയെ ആരെങ്കിലും ഏൽപ്പിക്കണം, ഇങ്ങനൊരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇട്ടെറിഞ്ഞ് ഈ അഖണ്ഡ ജപമാല മഹാറാലിക്ക് പങ്കെടുക്കാൻ സാധിക്കുക. ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ അമ്മ പ്രാർത്ഥനയിൽ നിൽക്കുന്നത് കാരണം പരിശുദ്ധാത്മാവ് ഈ അമ്മയെ സഹായിക്കുന്നത് ഇപ്രകാരമാണ്. ഇപ്രകാരം റാലിക്ക് വരാൻ യാതൊരു സാധ്യതയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവസരത്തിലാണ് റാലിക്ക് മുമ്പുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ അമ്മ വിചാരിക്കുകയാണ്, ഡോക്ടറെ ഒന്ന് കാണാൻ പോയാൽ എന്താ, കാരണം ഇങ്ങനൊരു റിസ്ക് എടുത്ത് ഞാൻ റാലിയിൽ പങ്കെടുക്കാൻ പോകും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്രകാരമാണ് അമ്മയെ സഹായിച്ചത്. പരിശുദ്ധാത്മാവ് ഈ മകളോട് തക്ക സമയത്ത് ഇടപെട്ട് പറഞ്ഞു, നീ ആ ഉടമ്പടി തൈലം അടിവയറ്റിൽ പുരട്ടിയൊന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ അടിവയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഡോക്ടറെ അടുത്ത് സ്കാനിങ്ങിന് പോകാൻ ഒരുങ്ങുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ അടിവയറ്റിൽ പൂശി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടനെ തന്നെ എന്തോ ഒരു ക്ലിപ്പിട്ട് വലിക്കുന്നത് പോലെ എൻ്റെ അടിവയറ്റിലൊരു അനുഭവം ഉണ്ടാവുകയും ഞാൻ കുട്ടികളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞു, പരിശുദ്ധി അമ്മ തൊട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ശരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പം റിസൾട്ട് കണ്ടപ്പം അങ്ങനെ യാതൊരു കുഴപ്പം, മുൻപേ ഉണ്ടായിരുന്ന കുഴപ്പം പോലില്ലാതെ പരിശുദ്ധി അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ദൈവമാതാവിൻ്റെ വലിയൊരു കയ്യൊപ്പോട് കൂടിയ വലിയൊരു സാക്ഷ്യാനുഭവം കിട്ടി. പിന്നീട് അമ്മ പറയുന്നുണ്ട്, അഖണ്ഡ ജപമാല മഹാറാലിക്ക് തലേ ദിവസമാണ് ഞാൻ കൃപാസനത്തിൽ എത്തിച്ചേരുന്നത്. യാതൊരു ഒരുക്കമൊന്നും നടത്തിയിട്ടില്ല. നമുക്ക് റാലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം, 4 ലക്ഷത്തോളം പേരാണ്
ദൈവവിശ്വാസികളാണ് ഈ കഴിഞ്ഞ റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ അന്ന് നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ പരിസരത്ത് ഒരു വീടുകളിൽ പോലും ഒരു മുറി പോലും ആർക്കും കിട്ടാത്തൊരവസ്ഥയാണ് ഒന്ന് താമസിക്കാൻ വേണ്ടി. പക്ഷേ വയനാട് നിന്ന് ഈ കുടുംബം വരുമ്പോൾ ദൈവപിതാവ് ഇവർക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി വെച്ചിരുന്നു, ഒരു ക്രിസ്തീയ ഭവനം ഒരുക്കി വെച്ചിരുന്നു. ഇവർക്കായി മാത്രം കൃപാസനത്തിൽ നിന്ന് 10 അടി നടന്ന ദൂരത്തിലെത്താവുന്ന ഒരു ഭവനം മാതാവ് ഒരുക്കി വെച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത്. വളരെ സന്തോഷത്തോടുകൂടി അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത ഈ അമ്മയ്ക്ക് പ്രധാനമായിട്ടും ഒരു നിയോഗമുണ്ടായിരുന്നു. 4 മക്കളും ഭർത്താവും ഒക്കെ അടങ്ങുന്ന ഈ കുടുംബത്തിലെ 4 കുഞ്ഞുങ്ങളുടെ വിശ്വാസ ജീവിതവും അവർക്കൊരു പുത്തൻ കൃപ അഭിഷേകം ഈ അഖണ്ഡ ജപമാല മഹാറാലി വഴിയായി കിട്ടണം എന്നുമായിരുന്നു ഈ അമ്മ നിയോഗത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അഖണ്ഡ ജപമാല മഹാറാലിക്ക് ശേഷം ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മൾ പിടിച്ച് വലിച്ച് ഒരാളെ കൊണ്ടുവരേണ്ടതല്ല ഈ ഉടമ്പടി എന്ന് പറയുന്നത്. കുഞ്ഞുമക്കളെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വാഗൊണ്ട് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നല്ല ഈ മരിയൻ ഉടമ്പടി ജീവിതമെന്ന്. ഇവർ സ്വമനസാലെ ഇതിൻ്റെ പുത്തൻ അഭിഷേകം സ്വീകരിച്ച് ഇങ്ങോട്ട് പറയുകയാണ്, ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉടമ്പടി ജീവിതത്തെ നവീകരിക്കാൻ പോകുന്നു. അങ്ങനെ 3 മക്കളും ഈ അമ്മയോട് പറയുകയാണ്, ഇങ്ങനെ ഞങ്ങൾ ഒരു പുതിയ ജീവിതം മരിയൻ ഉടമ്പടിയുടെ പുത്തൻ അഭിഷേകം സ്വീകരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചുവെന്ന്. അപ്പോൾ അമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ത്യാഗപൂർണമായ മാതാപിതാക്കളുടെ പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതം തീർച്ചയായിട്ടും അത് സ്വർഗത്തിന് നിരസിക്കാൻ പറ്റില്ല. ഉടനടിയാണ് ഈ കുടുംബത്തിൽ ഈ ഒരു അടയാളം, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിച്ചത്. ഈ സാക്ഷ്യത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ ദൈവമാതാവ് പ്രത്യക്ഷയായിക്കൊണ്ട് പറഞ്ഞത്, ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. ഈ ഒരു അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന വചനം എന്ന് പറയുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനമാണ്. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകർക്ക് വെളിപ്പെടുത്താതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. അതാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7-ാം തിരുവചനം. ഇവിടെ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്. ഈ അമ്മ താമസിക്കുന്ന സ്ഥലം വയനാട് എന്ന സ്ഥലമാണ്. നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ ഉരുൾപൊട്ടലും പ്രളയവും ദുരന്തവുമെല്ലാം. അപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് 3 മാസം മുൻപേ തന്നെ ദൈവമാതാവ് സ്വർഗം ഈ മകളോട് വലിയ പ്രാർത്ഥന ആവശ്യപ്പെട്ടു എന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത്. 2ാമത്തെ ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ്. ഈ അമ്മ പറയുന്നുണ്ട്, 10 മണിയാകുമ്പോൾ എൻ്റെ ഭവനത്തിലെ എല്ലാവരും ഉറങ്ങാൻ പോകും. പക്ഷേ എന്നോട് ദൈവമാതാവ് പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുക. രാത്രി 10 മണി മുതൽ 12 മണി വരെ വീട്ടിലെ കെടാവിളക്കിൽ ഉടമ്പടി തൈലം പകർന്നുകൊണ്ട് ഈ അമ്മ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. 10 മണി തൊട്ട് 12 മണി വരെ തീക്ഷ്ണമായി പ്രാർത്ഥനയിൽ ഇരുത്തും. 12 മണിക്ക് ക്ലോക്കിലെ സൂചി ഒന്നിച്ച് വരുന്ന സമയത്ത് എന്നോട് പറയും, ആ സമയത്ത് എന്നെ പ്രത്യേകം ഒരു സ്വരമായിരിക്കും, സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക, പ്രകൃതിയെ പ്രപഞ്ച സൃഷ്ടാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു എന്നാണ് ഈ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നത്. അമ്മ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തിനാണ് എന്നോട് ഇപ്രകാരം പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് എന്ന്. അപ്പോൾ ഉത്തരം കിട്ടിയത് ഇപ്രകാരമാണ്: ഇത് സ്വർഗത്തിന്റെ നിയോഗമാണ്, ഇത് കന്യകാമറിയത്തിന്റെ നിയോഗമാണെന്നുള്ളൊരു സ്വരം മാത്രം കേൾക്കും. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അമ്മ പറയുന്നുണ്ട്, വയനാട് മേപ്പാടി സൈഡിൽ ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിക്കുന്നതിന് തലേ രാത്രി ദൈവപിതാവ് തന്നെ ഈ മകളെ സ്വപ്നത്തിലൂടെ ഈ ദുരന്തം സംഭവിക്കാൻ പോകുന്ന സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് തലേ ദിവസം രാത്രി മാതാവ് ആ ഉരുൾപൊട്ടുന്ന ആ സ്ഥലത്ത്
സ്വപ്നത്തിൽ എന്നെ കൊണ്ടുപോവുകയും അവിടെയുള്ള സുവിശേഷമൊന്നും അധികം എത്താത്തൊരു സ്ഥലത്ത്, സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോകുന്നു. എൻ്റെ ജീവിത പങ്കാളിയുണ്ട്, 2 സിസ്റ്റേഴ്സുണ്ട്. ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കുന്നു. പക്ഷെ പലരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഞാൻ ആ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ കൃപാസന പത്രം കൊടുത്ത് അവരോടൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ടണൽ രൂപപ്പെടുകയും ഒരു മഹാ ഇരുട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുകയും എൻ്റെ കൂടെയുള്ളവരെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു അനുഭവം എനിക്കുണ്ടാകുകയും ആ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഈ ദുരന്തം നടന്നതുമെല്ലാം. ഞങ്ങളെ വീടിന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് ഈ പ്രളയം. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരെ ക്ലാസ്സിൽ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞ്, അവരുടെ കൂടെയുള്ളൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ സ്കൂൾ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പിള്ളേർ പഠിക്കുന്നത്. ആ സ്കൂളും അതിൻ്റെ ഏരിയയിൽപ്പെട്ട സ്ഥലങ്ങളിലും ഈ ദുരന്തം നടക്കുമ്പോഴും പരിശുദ്ധ അമ്മ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ദുരന്തത്തെപ്പറ്റി ഇങ്ങനെ ഈ അമ്മ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ദൈവപിതാവ് ഈ മകളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രളയത്തെപ്പറ്റി, ദുരന്തത്തെ പറ്റിയല്ല മകളെ നീ വിഷമിക്കേണ്ടത്, പാപത്തെ പറ്റിയാണ്. പാപത്തിൽ മരിച്ചുപോയവരെ പറ്റിയാണ് പ്രളയത്തേക്കാൾ അധികമായി നീ ദുഃഖിക്കേണ്ടതെന്ന്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 4-ാം തിരുവചനമാണ്, 4-ഉം 5-ഉം തിരുവചനങ്ങൾ. സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് ജെറുസലേമിലായിരുന്നവർ കൊല്ലപ്പെട്ടപ്പോൾ ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെ ജീവിച്ചിരുന്ന എല്ലാവരേക്കാൾ ഇവർ പാപികളായിരുന്നു എന്ന്? അല്ല, ഒരിക്കലുമില്ല. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കും. പാപത്തെ ഓർത്താണ് നിങ്ങൾ ഭാരപ്പെടേണ്ടത്. പ്രളയത്തിൽ മരിച്ചവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നതിനേക്കാൾ പാപത്തിൽ മരിച്ചു പോകുന്നവരെ ഓർത്ത് ദുഃഖിക്കണം. പാപികൾക്ക് അനുതാപം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പാപികൾ ദൈവത്തെ അറിയുവാനായിട്ട്, സത്യദൈവത്തെ അറിഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുവാൻ പ്രേക്ഷിത വേല കൂടുതൽ തീക്ഷ്ണമാക്കണം. നാം പറയേണ്ടിടത്ത് നാം സുവിശേഷം പറയാതെ ഏതെങ്കിലും ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെ ആയിരിക്കും. അതിനുവേണ്ടി സ്വർഗം നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേദിയാണ് ശരിക്ക് കൃപാസനം. കൃപാസനത്തിലൂടെ 2 വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ഇതുപോലെ പശ്ചാത്താപത്തിൻ്റെ സുവിശേഷ സന്ദേശം നമുക്ക് ലോകത്തിന് കൈമാറാൻ പറ്റുന്നതെന്ന് കൂടി അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങളുടെ തന്നെ സാക്ഷ്യ അനുഭവങ്ങളിലൂടെയാണ് ഈ സ്വർഗീയ സന്ദേശം, പശ്ചാത്താപത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകുത്തു കൊടുക്കാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: തിരുസഭയാകുന്ന ഈ കൃപയുടെ സ്രോതസ്സിൽ നിന്ന് അനേകരിലേക്ക് കൃപ കൈമാറ്റം ചെയ്യാൻ സ്വർഗം ഒരുക്കിയിരിക്കുന്ന മറ്റൊരു സംവിധാനമാണ് കൃപാസനത്തിലെ നേർച്ച വസ്തുക്കൾ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യ വിധിപ്രകാരം വെഞ്ചരിച്ചാണ് ആ ഒരു നേർച്ച വസ്തുക്കൾ നമ്മൾക്ക് നൽകുന്നത്. പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ കാണാൻ പുറപ്പെട്ട അതേ തിടുക്കത്തിൽ തന്നെയാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എടുത്ത ഓരോ മക്കളും ഈ ഓരോരോ നേർച്ച വസ്തുക്കളുമായി ഓരോരോ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം കൈമാറേണ്ടത് എന്നാണ് ഈ അമ്മ തൻ്റെ സാക്ഷ്യത്തിൽ മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ സാക്ഷ്യത്തിൽ വരുന്നത് വചനബോധ്യങ്ങളാണ്. പ്രധാനമായിട്ട് ഞാൻ 3 വചന ഭാഗങ്ങളാണ് ഈ അമ്മയുടെ സാക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് ഒരു പുതിയ തൈലം എൻ്റെ മേൽ ഒഴിച്ചു. കൃപാസനത്തിൽ നിന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് കടന്നു പോകുന്ന ഓരോ മക്കളും ഈ ഒരു പുത്തൻ അഭിഷേകം സ്വീകരിക്കുന്നവരാണ്. ഈ ഒരു പുത്തൻ അഭിഷേകം സ്വീകരിച്ച് ഈ അഭിഷേകം മറ്റുള്ളവരിലേക്ക് നമ്മളും പകുത്തു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗം നമ്മളെ ഈ അമ്മയെപ്പോലെ തൻ്റെ സ്വർഗീയ രഹസ്യങ്ങൾ കൈമാറാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റും. എന്നെ ദൈവപിതാവ് അപ്രകാരം ഉയർത്തി എന്നാണ് ഈ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നത്. പിന്നീട് ഈ അമ്മ പറയുന്നത് പ്രകാരമാണ്: കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ ഉയർന്ന പാറമേൽ കയറ്റി നിർത്തി, ഉയർന്ന പാറമേൽ കയറ്റി നിർത്തിയതിന് ശേഷം നമുക്ക്
നിത്യജീവിതത്തിലേക്കുള്ള ചിറകുകൾ നൽകുന്ന വലിയൊരു പ്രാർത്ഥനയാണ്, ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്, അതിനുള്ള വഴിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നാണ്. അത് വെളിപാട് 12:14 തിരുവചനമാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വൻ കഴുകൻ്റേത് പോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു. ഈ ഒരു ചിറകുകൾ സ്വീകരിച്ചുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മളും വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചിറകുകൾ സ്വീകരിച്ചാണ് ഈ സമയ ചുരുക്കം എന്ന വലിയ കൃപ പ്രാപിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു പദ്ധതിയല്ല കൃപാസനം എന്നത്. അത് പുത്രൻ്റെ മണവാട്ടിയാകാൻ യോഗ്യത ലഭിക്കുവാൻ നമ്മെ ഒരുക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നതാണ്. അത് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 7-8 തിരുവചനങ്ങളാണ്. കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. ശോഭയേറിയതും മൃദുലവുമായ വസ്ത്രം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൃപാവര കാരുണ്യ പ്രവർത്തികളിലൂടെയും സുവിശേഷ മുന്നേറ്റങ്ങളിലൂടെയും ഒക്കെ ഈ സ്വർഗീയ പിതാവ് ഒരുക്കിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിരുന്നിന് പുത്രൻ്റെ മണവാട്ടിയാകാനുള്ള വലിയൊരു യോഗ്യത സ്വീകരിക്കുകയാണ് എന്നുള്ളൊരു വലിയ സ്വർഗീയ വെളിപാടാണ് ഈ അമ്മ അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടുതൽ നിബന്ധനകളോടെ, കൂടുതൽ വിശ്വസ്തയോട് കൂടിയിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സ്വർഗീയ പിതാവിൻ്റെ രഹസ്യം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മളെ തന്നെ ഒരുക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവപിതാവേ, പ്രത്യേകമായിട്ട് ഈ മരിയൻ ഉടമ്പടിയിൽ ഞങ്ങളെ പങ്കാളികളാക്കിയതിന് നന്ദി പറയുന്നു. സ്വർഗീയ രഹസ്യങ്ങൾ ഇനിയും ഇനിയും സ്വീകരിച്ച് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി വഴിയായിട്ടുള്ള പുത്തൻ അഭിഷേകം അനേക മക്കളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയിലെ നിബന്ധനകളും കാരണമാകട്ടെ. അതിന് പ്രത്യേകമായി ഞങ്ങളെ തന്നെ ദൈവമാതാവിന് സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ രഹസ്യങ്ങൾക്ക് കാതോർക്കുവാൻ ഈശോയെ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ആമേൻ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്ട അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.